നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ the I am sayings or the I am statements of Jesus Christ. प्रभु यीशु मसीह का जो मैं हूँ घोषणाओं के बारे में हम अब तक सीख रहे थे. അതിൽ 7 പ്രത്യേക പ്രസ്താവനകളിൽ ആദ്യത്തേതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. उसमें 7 घोषणाएं हैं. वैसे उसमें पहला घोषणा उसके बारे में हम लोग सीख रहे थे. ഒന്നാമത്തേത് ഇന്ന് കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. जो पहला घोषणा है उसमें से उसको मैं आज इस सुबह का समाप्त करना चाहता हूँ. നാം പഠിച്ചുകൊണ്ടിരുന്നത് യേശു കർത്താവ് പറഞ്ഞു, ഒന്നാമതായി പ്രസ്താവിച്ചതാണ് ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. सबसे पहला घोषणा यीशु मसीह ने किया कि मैं जीवन की रोटी हूं कहकर. നാം അതേക്കുറിച്ച് പല കാര്യങ്ങൾ പഠിച്ചു. हम लोगों ने उस विषय में कई बातें सीखी हैं. ദൈവത്തിന്റെ വചനത്തിൽ അപ്പം എന്ന വിഷയത്തിൽ ഫിഗറേറ്റീവ് യൂസേജസ്, രൂപകാത്മകമായി അപ്പത്തെ പറ്റി പറഞ്ഞിട്ടുള്ള ചില പ്രസ്താവനകളുണ്ട്. रोटी के संबंध में कई उदाहरण की तरह पे यीशु ने कहा हुआ बातें हैं. ബൈബിളിൽ യേശു പറഞ്ഞതല്ല, പൊതുവായിട്ട് പ്രത്യേകിച്ച് 6 കാര്യങ്ങളാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. वैसे उदाहरण के तौर पर दिया हुआ 6 बातों को बाइबल के अंदर से हमने देखा है, वो आप लोगों को बताना चाहता हूँ. ഒന്നാമത് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ബ്രെഡ് ഓഫ് ലൈഫ്, ജീവന്റെ അപ്പം എന്ന അപ്പമാണ് യോഹന്നാൻ 6:35-48 തുടങ്ങിയ വാക്യങ്ങളിൽ. सबसे पहला उसमें है जीवन का रोटी. उसमें से ये वचन में से दिया गया है यूहन्ना 6 का 35 और 48 में. രണ്ടാമത് ദ ലിവിംഗ് ബ്രെഡ് 6:51 വാക്യത്തിൽ 5:6-51 ജീവനുള്ള അപ്പം. एक जीवित रोटी, ऐसा यूहन्ना 6 का 51 में कहा गया है. 3 നാം കാണുന്നത് സങ്കീർത്തനം 127:2 ബ്രെഡ് ഓഫ് സോറോസ്. और भजन संगीता 127 में कहा गया है कि दुख का रोटी. ദുഃഖത്തിന്റെ അപ്പം, दुख की रोटी. നാലാമത് 80-5 വാക്യത്തിൽ നാം കാണുന്നത്, സങ്കീർത്തനം 80:5 കാണുന്നത് ബ്രെഡ് ഓഫ് ടിയേഴ്സ്, കണ്ണുനീരിന്റെ അപ്പം. और चौथा है आंसुओं की रोटी. പിന്നെ 5 ദ ബ്രെഡ് ഓഫ് വിക്കറ്റ്നെസ്, ദുഷ്ടതയുടെ ആഹാരം, അപ്പം എന്ന അർത്ഥത്തിൽ സദൃശ്യവാക്യങ്ങൾ 4:17. और जो है 5वां है दुष्टता की रोटी. प्रोवर्ब्स 4:17 നീതിവചൻ 4:17 में है. അവസാനത്തേതായിട്ട് സദൃശ്യവാക്യങ്ങൾ തന്നെ 20:17 കാണുന്നു ബ്രെഡ് ഓഫ് ഡിസീറ്റ്, വഞ്ചനയുടെ. कपट की रोटी, ये है खटा वाला. ഇത് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ये आप लोग को आपके सामने ये विषय रखा है. में അതായത് അപ്പം പ്രതീകാത്മകമായി പറയപ്പെട്ടിട്ടുള്ള ചില പ്രയോഗങ്ങളാണ് നമ്മൾ നോക്കിയത്. रोटी के संबंध में अलंकारिक कुछ 6 बातें हैं जो आप लोग के सामने मैंने रखा है. മുൻപോട്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് പോകാം. आगे हम अपने विषय की ओर बढ़ते हैं. ഇത് നമ്മൾ നേരത്തെ കണ്ട കാര്യമാണ്. ജീവന്റെ അപ്പമാണ് യേശു എന്ന് പറയുന്നത് എന്തല്ല എന്ന് നമ്മൾ കണ്ടു. जीवन की रोटी यीशु है, मगर वो क्या नहीं है उस विषय में हमने कई बातों को सीखा. That is not the Eucharist, അല്ലെങ്കിൽ തിരുവത്താഴത്തിന്റെ അപ്പത്തെ പറ്റി അല്ല ഞാൻ ജീവന്റെ അപ്പമെന്ന് യേശു പറഞ്ഞിരിക്കുന്നത്. प्रभु भोज में दिया जाने वाला रोटी और जो जीवन का रोटी नहीं है, ये मैंने आप लोगों को बताया. പക്ഷേ നമ്മുടെ ഇടയിലും അങ്ങനെ ഒരു തെറ്റായ ഉപദേശം ഉണ്ട് എന്നതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ചു പറയുന്നത്. मगर हमारी कलीसियाओं के अंदर भी ये गलत शिक्षाएं दी जाती है कि ये जीवन की रोटी है जो हम मसीह के भोज में खाते हैं, ये गलत है. തിരുവത്താഴത്തെ കുറിച്ചുള്ള പല ഉപദേശങ്ങളിൽ റോമൻ കത്തോലിക്ക സഭയുടെയും ഓർത്തഡോക്സ് സഭകളുടെയും ഉപദേശമാണ്
transubstantiation theory. तत्व परिवर्तन होता है, ऐसा रोमन कैथोलिक चर्च और ऑर्थोडॉक्स चर्चेस में भी इसका उपदेश दिया जाता है. ഏതാണ്ട് അതുപോലെയുള്ള ഒരു ഉപദേശമാണ് നമ്മുടെ സഭകളിൽ തിരുവത്താഴം കൊടുക്കുമ്പോൾ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്നും പറഞ്ഞുകൊണ്ട് അപ്പം കൊടുക്കുന്നതിലൂടെ നമ്മൾ സ്ഥാപിക്കും. और ठीक उसी प्रकार का उपदेश हमारी कलीसियाओं में भी पास्टर लोग इस प्रकार कहते हैं कि ये रोटी खाइए, इसमें से जीवन पाइए, ये कर करके रोटी जो है लोगों को देते हैं. അത് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ യേശു പറഞ്ഞിരിക്കുന്നത് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്നുള്ളത് തിരുവത്താഴത്തെ കുറിച്ചല്ല. रोमियो का यूहन्ना का छठा अध्याय में लिखा गया है कि मुझे खाने पे मुझसे जीवन को आप पाएंगे, ये यीशु मसीह के संबंध में कहा है. ये रोटी नहीं है जो प्रभु भोज में हम खाते हैं. കാരണം നമ്മൾ കണ്ടു, അപ്പവീഞ്ഞികളുടെ സേവനത്താൽ നമുക്ക് പാപമോചനമോ നിത്യജീവനോ ലഭിക്കുന്നില്ല. क्योंकि प्रभु भोज का रोटी खाने से हम लोगों को कोई पाप की क्षमा या अनंत काल का जीवन प्रदान नहीं होता है. അത് പെന്തക്കോസ്ത് സഭകളൊന്നും വിശ്വസിക്കുന്നില്ല അപ്പം കഴിക്കുന്നത് കൊണ്ട് ജീവൻ അല്ലെങ്കിൽ നിത്യജീവൻ ലഭിക്കുമെന്ന്. पेंतकोस्त कलीसिया ये बात में विश्वास कतई नहीं करता कि रोटी खाने से कोई पाप क्षमा या अनंत जीवन मिलता है कर. പക്ഷേ പണ്ട് മുതൽ ആരോ പറഞ്ഞ ഒരു തെറ്റായ പ്രസ്താവന തിരുവത്താഴത്തിൽ പറഞ്ഞു വിടുന്നു എന്ന് മാത്രം. मगर इस प्रकार की गलत घोषणा जो कलीसिया में होता आया है वो लगातार होते रहता है. അതിനുശേഷം നമ്മൾ കാണുകയുണ്ടായി അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന്. मगर सही मायने में इसका मतलब क्या है, ये बात को हम सीखते हैं. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. यीशु ने कहा कि मैं जीवन की रोटी हूँ. യേശു 51-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ജീവനുള്ള അപ്പമാകുന്നു. 51 वर्ष में कहा, जॉन 6:51 में कहा कि मैं ही जीवन का रोटी हूँ. या जीवन का रोटी और जीवित रोटी, ഇത് രണ്ടും യേശുവാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. यीशु ने कहा कि मैं जीवन का रोटी हूँ और जीवन देने वाला रोटी हूँ, ये जीवित रोटी हूँ. ये दोनों बातें यीशु ने कहा. അതെന്തല്ല എന്ന് നമ്മൾ കണ്ടു. ये क्या नहीं हो सकता है, ये हमने देखा है. ഇനിയും 4 കാര്യങ്ങൾ അതെന്താണ് എന്ന് പറയാൻ പോവുക. मैं अब 4 बातें बताऊंगा जो है वो उसका मतलब. ഒന്നാമത്തെ അർത്ഥം, ഇറ്റ് ഈസ് അബൌട്ട് ദ വെരി പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ തന്നെയാണ് ജീവന്റെ അപ്പമെന്ന് ഇവിടെ വിളിച്ചിരിക്കുന്നത്. जीवन की रोटी का सही मायना है यीशु का व्यक्तित्व के बारे में कहा है. അല്ലാതെ നമ്മൾ തിരുവത്താഴത്തിൽ മുറിക്കുന്ന അപ്പമല്ല. वो यीशु मसीह का व्यक्तित्व है, वो प्रभु भोज में तोड़ने वाला रोटी नहीं है. द वेरी पर्सन ऑफ क्राइस्ट. यीशु जो मसीह है वो व्यक्तिगत तौर पर कहता है कि मैं ही जीवन का रोटी हूँ. കാരണം യേശു ഒരു വ്യക്തിയാണ്. क्योंकि यीशु मसीह एक व्यक्ति है. യേശു ജീവനുള്ള വ്യക്തിയാണ്. और यीशु मसीह में जीवन है. യേശു ജീവദായകനായ വ്യക്തിയാണ്. और यीशु दूसरों को भी जीवन प्रदान कर सकता है. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. मैं 3 बातों को कहा आपके सामने. യേശു ഒരു ആളാണ്, വ്യക്തിയാണ്. यीशु मसीह एक व्यक्ति है. 2 ജീവനുള്ള വ്യക്തിയാണ്. एक जीवन वाला व्यक्ति, जीवित व्यक्ति है वो. 3 ജീവൻ കൊടുക്കുന്ന വ്യക്തിയാണ്. और तीसरी बात है दूसरों को जीवन प्रदान करता है. വേറെ ആർക്കും ജീവൻ കൊടുക്കാൻ അധികാരമില്ല. दूसरा कोई भी व्यक्ति को अधिकार नहीं है कि वो जीवन दूसरों को दे सके. അപ്പോൾ ഇവിടെ ജീവന്റെ അപ്പം എന്ന് പറഞ്ഞത് യേശു എന്ന വ്യക്തിയെ കുറിച്ച് തന്നെയാണ്. ये जीवन की रोटी कहा जाए तो ये यीशु मसीह का व्यक्तित्व या यीशु व्यक्ति जो है उसी को कहता है. യേശുവാണ് ജീവന്റെ അപ്പം. यीशु है जीवन की रोटी. അതിന്റെ രണ്ടാമത്തെ അർത്ഥം, ഇറ്റ്സ് അബൌട്ട് ദ കമ്മ്യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. उसका दूसरा है यीशु मसीह के साथ में सहभागिता या संगति के बारे में. An inseparable deep intimacy with Christ. एक ऐसा संगति जो बहुत ही खास है और व्यक्तिगत है और पर्सनल है. യേശു ക്രിസ്തുവിനോട് ഒരു ക്രിസ്ത്യാനിക്കുണ്ടായിരിക്കേണ്ട അഭേദ്യമായ ആഴത്തിലെ ബന്ധം.
एक मसीह के जीवन में यीशु के साथ में होने वाला गहरा और व्यक्तिगत संबंध के संबंध में बताता है। എത്രയും ആഴത്തിൽ വേണം ആ ബന്ധം? कितना गहरा होना चाहिए वो संबंध? ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് ആ വൃക്ഷത്തിൽ വസിക്കുന്നത് പോലെ. एक टहनी जो पेड़ के साथ में लगा है, उस पेड़ के अंदर कितना लगा हुआ है, जुड़ा हुआ है, उस प्रकार से जुड़ा हुआ रहना चाहिए एक मसीह और यीशु मसीह के साथ में। നമ്മുടെ തലയും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെ. हमारा सर जैसे धड़ के साथ जुड़ा हुआ है, वैसे ही हम यीशु के साथ जुड़े हुए रहने चाहिए। പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിവിധ ഞരമ്പുകളിലൂടെ, നെർവസ് സിസ്റ്റത്തിലൂടെ തലയും ശരീരവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ക്രിസ്തുവുമായുള്ള നമ്മുടെ വ്യക്തിബന്ധത്തെയാണ് ജീവനുള്ള അപ്പം എന്നതുകൊണ്ടും അപ്പം തിന്നുക എന്നതുകൊണ്ടും യേശു ഉദ്ദേശിച്ചത്. ये जैसे अपने शरीर का जो हर एक वेन्स और नर्व के साथ जुड़े हुए हैं, अपने शरीर के अलग अलग अंग, वैसे ही हम यीशु मसीह के साथ जुड़े रहने चाहिए, जिससे कि हम यीशु से जीवन पा सके। और वही जीवन का रोटी खाता है जो यीशु मसीह है। മനസ്സിലാവുന്നുണ്ടല്ലോ? മൂന്നാമത്തെ അർത്ഥം, उसका तीसरा मतलब ये है, ഇറ്റ്സ് അബൌട്ട് ദ ക്രൂസിഫിക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. वो यीशु मसीह को सूली पे मारा जाना है। 51 വാക്യം ഒന്ന് വായിച്ചോളൂ. വേഴ്സ് 51. സ്തോത്രം. തൻ്റെ ജീവനെ, തൻ്റെ ശരീരത്തെ, തൻ്റെ മാംസത്തെ നമുക്ക് നൽകിത്തരുന്നതിനെ കുറിച്ച് അവിടെ പറയുകയാണ്. यहाँ पर यीशु मसीह अपने शरीर को, अपने मांस को लोगों के लिए देने के संबंध के बात कही है। അവിടെ നാം കാണുന്നു, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. जगत के लिए रोटी जीवन के लिए दिया हूं, वो मेरा मांस है कर यीशु कहता है। ലോകത്തിന്റെ ജീവന് വേണ്ടി യേശു തന്നെ താൻ അർപ്പിച്ചു. जगत को जीवन देने के लिए उसने खुद का जीवन अर्पित कर दिया। അത് ക്രൂശിലാണ് തന്റെ ജീവനെ താൻ അർപ്പിച്ചത്. और वो अर्पण जो है यीशु मसीह ने जीवन सूली के ऊपर दिया था। അതാണ് ക്രൂസിഫിക്ഷൻ, ക്രൂശ് മരണം. और उसी को सूली की मृत्यु कहा जाता है। അത് that was an atonement. वो जो है पाप क्षमा के लिए दूसरों को प्रायश्चित मृत्यु दिया किया। That was a propitiatory death. അത് ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തുന്ന മരണമായിരുന്നു. वो परमेश्वर की धार्मिकता इसी में है कि पापी लोगों को दंड मिलना चाहिए। वो मनुष्यों के प्रति यीशु मसीह ने दंड लेकर सूली पे मरे। It was a vicarious death. നമുക്ക് പകരമായുള്ള മരണം. हम जहां मरने थे उसी स्थान पर यीशु हमारे जगह पर मरे। It was a ransom death. മറുവിലയായ മരണമായിരുന്നു. हम जो हमारा जीवन जो देना था, उसके बदले यीशु ने उसका जीवन दे दिया। അപ്പോൾ ജീവന്റെ അപ്പമായി യേശു തീർന്നത് തന്റെ ക്രൂശ് മരണത്താലാണ്. यीशु दुनिया को जीवन देने के लिए जीवन का रोटी बन गया। कैसे? सूली पर मृत्यु से। എന്തുകൊണ്ടെന്നാൽ ക്രൂശിലാണ് നമ്മുടെ പാപത്തിന് യേശു പരിഹാരം വരുത്തിയത്. और ऐसा क्यों हुआ? क्योंकि सूली पे मारा जाने से हमारे पाप का क्षमा हो गया है। മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. യേശുവിന്റെ ക്രൂശ് മരണമാണ് നമുക്ക് പാപമോചനം നേടിത്തരുന്നത്. हमको पाप से मुक्ति मिल सका क्योंकि यीशु में सूली पर मारा गया। അവൻ നമ്മുടെ പാപങ്ങളെ പരിഹരിച്ചത് വാക്കുകൾ കൊണ്ടല്ല, തന്റെ ജീവനെ യാഗമായി തന്നുകൊണ്ടാണ്. हमारे पापों को माफ करने के लिए यीशु ने मुंह से कुछ बातें कही नहीं, अपने जीवन को अर्पण कर कर सूली पर अपने पाप को माफ कर दिया। മരിച്ച് പഴുത്ത് നാറ്റം വെച്ച ലാസറിനെയും പുനർജീവിപ്പിക്കുവാൻ യേശുവിന്റെ വാക്കുകൾ മതിയായിരുന്നു. मरकर सड़ा हुआ मृत्यु को पाया हुआ लाजर का शरीर को जीवन देने के लिए यीशु की वाणी ही काफी थी। 6000-ലധികം ഭൂതങ്ങൾ ബാധിച്ച ഒരുവന്റെ മോചനത്തിന്
യേശുവിന്റെ വാക്ക് മതിയായിരുന്നു. दुरात्मा से भरपूर एक 6000 आत्माओं से भरपूर एक व्यक्ति के अंदर से बुरी आत्मा को निकालने के लिए सिर्फ वाणी की आवश्यकता थी यीशु मसीह की। അലറിയടുക്കുന്ന കടലലകളെ അടക്കുവാൻ യേശുവിന്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു. समुद्र के अंदर जो है जोर जोर से तूफान आ रहा था, उस तूफान को रोकने के लिए भी यीशु की वाणी काफी थी। സാത്താൻ പോലും യേശുവിനെ വിട്ടുപോകുവാൻ വേണ്ടി യേശുവിന്റെ വാക്കുകൾ പര്യാപ്തമായിരുന്നു. और शैतान को भगाने के लिए भी यीशु की वाणी ही काफी है। എന്നാൽ വെറും മൺകീടങ്ങളായ എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ പരിഹരിക്കുവാൻ ഈ സർവശക്തനായ കർത്താവ് കേവലം ഒരു വാക്കുച്ചരിക്കുകയായിരുന്നില്ല, പകരം ജീവന്റെ വചനമായ തന്നെത്താൻ ക്രൂശിൽ യാഗമാക്കുകയായിരുന്നു ചെയ്തത്. मगर मिट्टी से बने हुए हम लोगों के पाप क्षमा के लिए, पाप की माफी के लिए यीशु मसीह की वाणी ही काफी नहीं, यीशु मसीह को अपना प्राण ही देकर हमारे पापों को क्षमा किया उसने। മനസ്സിലാവുന്നുണ്ടോ? आप लोग समझ रहे हैं? നാം കാണുന്നതും കാണപ്പെടാത്തവയുമായ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ടാണ്. हम जो दिखाई पड़ता है और अनदेखा है, ऐसे ग्रहों को निर्माण करने के लिए यीशु मसीह की वाणी से ही वो सब कुछ निर्मित हो गया। ഇവയെ മുഴുവനും താങ്ങി നിർത്തുന്നതും തന്റെ ശക്തിയുള്ള വചനത്താലാണ്. सब अपने स्थान पर सही खड़े हैं, इसके लिए भी यीशु की वाणी ही काफी है। ധാരാളം വാക്യങ്ങളുണ്ട്, സമയം കുറവായതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. कई वचने हैं इसके संबंध में बताने के लिए, मगर मेरे पास समय कम है, इसके लिए नहीं बताता। എന്നാൽ നമ്മെ പാപത്തിൽ നിന്നും വിമോചിപ്പിക്കുവാൻ സാക്ഷാൽ വചനമായവൻ ജഡമെടുത്തു വന്നു. मगर हमारे और आपके पाप की मुक्ति के लिए जो वचन है वो देहधारी बनकर धरती पर आ गया। ആ വചനം നമുക്ക് വേണ്ടി ക്രൂശിൽ നുറുക്കപ്പെട്ടു. उस वचन जो सूली के ऊपर मारा गया, തന്റെ ശരീരം പിച്ചി ചീന്തപ്പെട്ടു. उसके शरीर को नोच नोच कर मारा गया उसे। ശരീരത്തിലെ ത്വക്ക് മുഴുവനും ചാട്ടവാറടി കൊണ്ട് അടർന്നിളകി. उसके शरीर का चमड़ी भी उधेड़ दिया मार मार कर उसे। അവന്റെ മാംസപേശികൾ ചിതറത്തക്കതുപോലെ ഘോരമായ അടിയവനേറ്റു. उसको इतना पीटा कि उसके मांस भी जो है ये उड़ रहे, चितरे उड़ रहे थे। യെശയ്യാവ് പ്രവചിക്കുന്നത് പോലെ കണ്ടാൽ ആളല്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരൂപമല്ല എന്ന് തോന്നുമാർ അവൻ വികൃതനാക്കപ്പെട്ടു. आइज़ाया के भाषा में इस प्रकार कहते हैं कि उसको देखने पर लगता नहीं है कोई इंसान है इस प्रकार का। സ്തോത്രം. എന്തിനു വേണ്ടി? किसके लिए हुआ ये सब? യോഹന്നാൻ 6:51 പറയുന്നു, ലോകത്തിന് ജീവൻ നൽകുവാൻ. यूहन्ना 6:52 में 51 में कहता है ये जगत को जीवन देने के लिए यीशु ने अपना जीवन इस प्रकार से दिया। ലോകത്തിന് എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും. जगत कहा जाए तो हमको और आपको। അതെ, നമുക്ക് ജീവൻ തന്നത് തന്റെ ജീവൻ വെച്ചു കൊടുത്തുകൊണ്ട്. हमको और आपको जीवन देने के लिए उसने खुद का जीवन बलिदान कर दिया। ഞാൻ ജീവന്റെ അപ്പമെന്ന് യേശു പറഞ്ഞതിന്റെ അർത്ഥമാണ് ക്രൂശ് മരണത്തെ കുറിക്കുന്നു. यीशु मसीह ने कहा कि मैं ही जीवन की रोटी हूँ, वो अपनी सूली की मृत्यु को दिखाता है। തിരുവത്താഴ് സമയങ്ങളിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ആവർത്തിച്ചു പറഞ്ഞോട്ടെ. प्रभु भोज के समय में कहने वाली एक बात मैं आप लोग को दोहरा कर कहता हूँ। അനാദികാലം മുതൽ പിതാവായ ദൈവം സൂക്ഷിച്ചു വെച്ചിരുന്ന ഗോതമ്പ് മണിയായിരുന്നു യേശു. अनादि के समय से संभाल कर रखा हुआ एक गेहूं का दाना था यीशु मसीह। എന്നാൽ കാലസമ്പൂർണതയിൽ ആ ഗോതമ്പ് മണിയെ ഈ ലോകത്തിലേക്ക് പിതാവ് വലിച്ചെറിഞ്ഞു. मगर समय की पूर्ति के पश्चात पिता ने उस दाने को, गेहूं के दाने को धरती पे मनुष्यों के लिए दे दिया। മരുഭൂമിയിൽ ഒരു വിത്ത് മുളയ്ക്കുന്നത് പോലെ പ്രതികൂല സാഹചര്യങ്ങളിൽ യേശു വളർന്നു. प्रतिकूल अवस्था में रेगिस्तान के अंदर उस बोया हुआ बीज जो है उगने लग गया। തികച്ചും പ്രതികൂലമായ അവസ്ഥകളിൽ അവൻ ഇവിടെ ശുശ്രൂഷ ചെയ്തു. बहुत ही प्रतिकूल अवस्था में भी उसके बीच में रह करके यहाँ पर उसने सेवकाई पूरी की। തിരുവെഴുത്തുകളുടെ സമയം പൂർണ്ണമായപ്പോൾ വിളഞ്ഞു വെളുത്ത ആ ഗോതമ്പിനെ ഗതസമനയിൽ വെച്ച് കൊയ്തു.
और बहुत समय के बाद में उसमें से फल उत्पन्न होने के बाद उसका कटाई जो है गेत्सेमने के बगीचे में हुआ ഗെത്സമന മുതൽ ഗബ്ബഥ വരെ അവനെ മെതിച്ചു. और गेत्सेमने से लेकर गब्बता तक जो है उसे कुचला गया ഗബ്ബഥ മുതൽ ഗോൽഗോഥ വരെ അവനെ പൊടിച്ചു. और गब्बता से लेकर गोलगोता तक उसे पीस करके पाउडर जैसा बना दिया गया ഗോൽഗോഥായുടെ മലമുകളിൽ ദൈവത്തിന്റെ ക്രോധാഗ്നിയുടെ ബോർമയിൽ എന്റെ യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി വെന്തെരിഞ്ഞു. और गोलगोता के सूली के ऊपर परमेश्वर के क्रोध के भट्टी के अंदर उसको जलाकर गर्म कर तपाया गया उसे रोटी बनाया गया അങ്ങനെ അവൻ എനിക്കും നിങ്ങൾക്കും പോരാ സകല ലോകത്തിനും ജീവൻ കൊടുക്കുന്ന ജീവന്റെ അപ്പമായി തീർന്നു. അതാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിന് ജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്റെ മാംസമാണ്. यीशु मसीह कहता है कि मैं जगत के लिए जीवन देने के लिए जो दिया उसने वो अपने शरीर को ही लोगों को जीवन करके दे दिया ഞാൻ ജീവന്റെ അപ്പം എന്നതിന്റെ മൂന്നാമത്തെ അർത്ഥമാണ് യേശുവിന്റെ ക്രൂശീകരണമാണത് എന്നുള്ളത്. उसका अलंकारिक तीसरी बात जो है यीशु ने कहा कि मैं जीवन की रोटी हूं वो यीशु मसीह का सूली का मृत्यु था. നാലാമത്തെ അർത്ഥം का चौथा मतलब ഇറ്റ്സ് അബൌട്ട് ദ വേർഡ് ആൻഡ് ദ സ്പിരിറ്റ്. वो शरीर अपना देह वचन और आत्मा है. 6:63 6 का 63 സ്തോത്രം. ജീവനും ആത്മാവുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം. यीशु मसीह ने जो वचन के बारे में कहा था वो यीशु मसीह कहता है कि वो आत्मा और जीवन के संबंध में था. സ്തോത്രം. അപ്പോൾ ജീവന്റെ അപ്പം എന്ന് യേശു ഇവിടെ പറഞ്ഞത് യേശു പറഞ്ഞ വചനം, ആ വചനത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ്. यीशु ने कहा कि मैं ही जीवन की रोटी हूं, उसका वचन पे विश्वास करना ही है जो आत्मा और जीवन प्रदान करता है. ആ വചനവും ആത്മാവുമായി നമ്മിൽ ജീവൻ നൽകുന്നതാണ് യേശു പറഞ്ഞ ജീവന്റെ അപ്പം. आत्मा और वचन ही यीशु ने जो कहा जीवन की रोटी है. അതിൽ പറയുന്നത് സ്തോത്രം രണ്ട് വചനത്തിന്റെ രൂപങ്ങളെ കുറിച്ചാണ്. ബോത്ത് ദ റിട്ടൺ ആൻഡ് ദ ലിവിംഗ് വേർഡ്. സ്തോത്രം. എഴുതപ്പെട്ടതും ജീവനുള്ള വചനവുമായ ക്രിസ്തു നമുക്ക് വേണ്ടി ജീവദായകമായി മാറി. हमको जीवन देने लायक दो रूप बन गया. एक जो लिखा हुआ वचन है जो देहधारी बनकर जीवित वचन है, दोनों के संबंध में यीशु ने कहा. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 1:12, 3:5, 6, 1 പത്രോസ് 1:23 തുടങ്ങിയ വാക്യങ്ങളിൽ പറയുന്നത് നാം വീണ്ടും ജനിക്കുന്നത് ആത്മാവിനാലും വചനത്താലുമാണെന്ന്. और यीशु मसीह कहता है कि लोगों का उद्धार के लिए जो आत्मा से हो सकता है और जीवन से हो सकता है, इन सब वचनों में ये बात को लिखा गया है. നമ്മുടെ പുതുജനനം വചനത്താലും ആത്മാവിനാലുമാണ്. हमारा पुनर्जन्म होता है आत्मा से और वचन से. ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനവും ഒരു പാപിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവനിൽ ഒരു പുതിയ ജനനം, ദൈവത്തിന്റെ മകനായി മകളായി ആ വ്യക്തി ജനിക്കുന്നത്. प्रभु की आत्मा और प्रभु का वचन एक पापी के मन के अंदर जाकर के उसको एक पुनर्जन्म देता है और एक नया सृष्टि बन जाता है. വചനത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്നാനപ്പെട്ടിട്ടും തിരുവത്താഴത്തിൽ പങ്കുകൊട്ടിട്ടും ഒരു ഗുണവുമില്ല. जो आत्मा से और वचन के द्वारा पुनः जन्म नहीं पाता है, वो आराधना कर भी प्रभु बोझ से भाग लेकर भी उसका कोई भला नहीं हो सकता है, ജനനമേ നടന്നിട്ടില്ല. क्योंकि उसका जन्म ही हुआ नहीं है. സ്തോത്രം. ലിയനാർഡ് റാവൻഹിൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നതനുസരിച്ച് born not in the womb but in the tomb എന്നാണ്. रेवन हिल नाम का एक भक्त इस प्रकार कहा है कि
वो कोक में जन्मा नहीं है बल्कि कब्र में जन्मा हुआ है। സ്തോത്രം. നാം ദൈവത്തിന്റെ മക്കളായി യഥാർത്ഥത്തിൽ ജനിക്കണമെങ്കിൽ ദൈവവചനവും ദൈവാത്മാവും നമ്മൾ ക്രിയ ചെയ്യണം. परमेश्वर का संतान कर जन्म लेना है तो प्रभु की आत्मा और प्रभु का वचन के द्वारा हम जन्म लेना चाहिए। അപ്പോൾ ഈ പ്രധാനപ്പെട്ട 4 അർത്ഥമാണ് ഞാൻ ജീവന്റെ അപ്പമെന്ന യേശുവിന്റെ പ്രഖ്യാപനത്തിനുള്ളത്. यीशु मसीह ने कहा कि मैं ही जीवन की रोटी हूं, ये घोषणा में 4 उसके मायने या मतलब हैं। ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നു നാം എന്തൊക്കെ ചെയ്യണമെന്ന്. मैंने पहले आप लोगों को सिखाया कि आप लोग क्या क्या की बातों को करने चाहिए। 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. 5 बातों के बारे में बताया मैं आप लोगों को। നേരത്തെയാണ് അത് ഇവിടെ ഇല്ല. നേരത്തെ പറഞ്ഞു വിടുന്നു. We have to come to him. അവന്റെ അടുക്കലേക്ക് വരണം. सबसे पहले आप लोगों को यीशु मसीह के पास आना होगा। See him or look unto the Lord. और यीशु मसीह की ओर देखना होगा हमें। അത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്ലൈഡ് നമ്പർ 60 है. ലുക്ക് അൺടു ഹിം, അല്ലെങ്കിൽ അതിന്റെ അർത്ഥവും നമ്മൾ അന്ന് പഠിച്ചിരുന്നു. यीशु मसीह को देखना है, उसके संबंध में विषय में भी मैं बता चुका हूं। 3 बिलीव इन हिम, അവനിൽ വിശ്വസിക്കുക. और तीसरी बात है कि हमें उस पे विश्वास करना है। 4 eat his flesh and drink his blood. उसके मांस को खाना है और उसके लहू को पीना है। എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തേത് ടു ഹാവ് കമ്മ്യൂണിയൻ ഓർ ഫെലോഷിപ്പ് വിത്ത് ഹിം, കർത്താവിനോട് നമുക്ക് കൂട്ടായ്മ ഉണ്ടായിരിക്കുക. और उसका मतलब ये है कि हमारा यीशु मसीह के साथ एक गहरा संबंध बनना है। കേവലം തിരുവത്താഴം കൈക്കൊണ്ടതുകൊണ്ട് ഈ ജീവൻ നമുക്ക് പ്രാപിപ്പാൻ കഴിയില്ല. सिर्फ प्रभु भोज में भाग लेने से आप इस जीवन को पा नहीं सकेंगे। പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിക്കണം. पापों को कबूल कर उसे छोड़कर मन फिराव के साथ यीशु मसीह को कबूल करना है। ക്രിസ്തുവുമായി നമുക്കൊരു ബന്ധം വേണം. यीशु मसीह के साथ में एक गहरा संबंध का होना जरूरी है। നമ്മൾ നേരത്തെ കണ്ടു, ഒരു പാപിയായ മനുഷ്യൻ ദൈവത്തിന്റെ ശത്രുവാണ്. एक पापी मनुष्य है जो यीशु मसीह का परमेश्वर का शत्रु है वो। we used to live in enmity with God. हम परमेश्वर के साथ बैरता के साथ दुश्मनी के साथ रहा करते थे। അങ്ങനെയായതുകൊണ്ട് ഏറ്റവും ഒന്നാമത് we should reconcile with God. ദൈവത്തോട് നിരക്കണം. अगर परमेश्वर से शत्रुता है तो शत्रुता को मित्रता में बदल करने के बाद ही दूसरा प्रोसेस चालू होता है। അതിന് യേശുവിന്റെ ക്രൂശാണ് ഏക മാധ്യമം. और उसके लिए एक ही माध्यम से हो सकता है, जो शत्रुता को मित्रता में बदलने के लिए यीशु मसीह के सूली पे मारे जाने से। അങ്ങനെ establish a reconciled relationship with God. और हम उसके मृत्यु के द्वारा हमारे रिश्ते में जो बदलावट, जो हमारा शत्रु था, हम उसके मित्र बन जाते हैं बाद में। Then maintain that reconciliation all through our life. और उस प्रकार के अच्छे रिश्ते, मित्रता के रिश्ते जीवन भर जारी रखिए। എങ്കിൽ നമുക്ക് ജീവന്റെ അപ്പമായ ക്രിസ്തുവിൽ നിന്ന് ജീവൻ പ്രാപിക്കാം. और तो ही हम जीवन की रोटी से हम जीवन को पा सकेंगे। തിരികെ വരുന്നു. ഇങ്ങനെ നാം ചെയ്താൽ what shall we get? നമുക്ക് എന്താ പ്രയോജനം? हम ये सब करने से हमें क्या प्राप्त होगा? സ്തോത്രം. എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്? हम क्या पाएंगे ये सब करने से? 6-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നോ മോർ, അങ്ങനെ എൻ്റെ അടുക്കൽ വരുന്നവന് പിന്നെ വിശക്കുകയുമില്ല, ദാഹിക്കുകയുമില്ല. और इस प्रकार की बातें करने से जो यीशु मेरे पास आता है उसे कभी भूख नहीं लगेगा और कभी प्यास नहीं लगेगा। യേശുവിന്റെ അടുക്കൽ ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ പ്രാപിച്ചാൽ വിശപ്പുമില്ല, ദാഹവുമില്ല. और जीवन की रोटी खाने से उसे प्यास और भूख नहीं होगी। എന്ന് പറഞ്ഞാൽ അർത്ഥം उसका मतलब क्या है? പിന്നെ ഒന്നും കഴിക്കണ്ട അല്ലേ? फिर उसके बाद फिर आपने को खाने का जरूरत नहीं है। യഹൂദന്മാർ അങ്ങനെ ചിന്തിച്ചിരുന്നത്. यहूदी लोगों ने सही मायने में ऐसे ही सोचा। അതുകൊണ്ട് അവർ പറഞ്ഞു, എന്നാ പിന്നെ ആ അപ്പം ഞങ്ങൾക്ക് തരണേന്ന്. तो यहूदी लोग कहते हैं कि तो फिर हमें वो रोटी प्रदान कर। ശമരിയക്കാരി സ്ത്രീയും അങ്ങനെ പറഞ്ഞത്, എന്നാൽ ആ വെള്ളം കുറച്ച് തരണേ, ഇനി എനിക്ക് കോരാൻ വരണ്ടല്ലോ. तो सामरी स्त्री भी इस प्रकार कहा कि वो पानी मुझे दे दो तो मैं बार बार पानी लेने के लिए आऊंगी नहीं। എന്താ യേശു പറഞ്ഞതിന്റെ അർത്ഥം? ഇനിയും
വിശക്കുകയും ദാഹിക്കുകയും ഇല്ലെന്ന്? यीशु का कहना भूख ना होगा न प्यास ना होगा, इसका मतलब क्या है? A life of contentment. हम जो संतुष्टि की एक जीवन यीशु में पाएंगे हम। A life of peace and rest. यीशु मसीह में एक शांति और आराम की जिंदगी आप पाएंगे। Until we come to Christ, we would be wandering, roaming around for peace, for rest, for joy, for contentment. जब तक हम यीशु में नहीं आते हैं तब तक हम जीवन में अशांत होते हैं और यहाँ वहाँ भटकने वाले उस शांति को, उस प्रेम को खोजते हुए रहते हैं। എന്തിനാ മദ്യം കഴിക്കുന്നത് ആൾക്കാര്? ദാരു പീते. दारू किस लिए हम पीते हैं? कई लोग पीते हैं। എന്തിനാ ആൾക്കാര് സിനിമ കാണുന്നത്? क्यों लोग सिनेमा में मूवी देखते हैं? കോമഡി ഒക്കെ ഇന്ന് ഇത്രയും അങ്ങ് അങ്ങ് ഭയങ്കര പരിപാടിയായിരിക്കുന്നത് എന്തുകൊണ്ടാ? आजकल क्यों इतना कॉमेडी इतना पॉपुलर क्यों हो गया है? ആൾക്കാർ ഇതിലെല്ലാം സന്തോഷം തിരയുന്നു. लोग जो हैं अपनी संतुष्टि इन्हीं वस्तुओं से पाना चाहते हैं। ഇതിലൊക്കെ സ്വസ്ഥത തേടുകയാണ്. इसी में थोड़ा ऐश आराम पाना चाहते हैं वो। വണ്ടിയും മൊബൈലും ആഹാരവും ഇതിന്റെയൊക്കെ പുറകെ ആൾക്കാർ പോകുന്നു, സ്വസ്ഥതയ്ക്ക്, സമാധാനത്തിന്, വിശ്രമത്തിനൊക്കെ വേണ്ടി. थोड़े से आराम के लिए, थोड़ी सी शांति पाने के लिए लोग ये सब की लोग खरीदारी करते हैं या इन सब में वो आनंद पाना चाहते हैं। എന്നാൽ യേശു പറഞ്ഞു, ജീവന്റെ അപ്പമായ എന്നെ നിങ്ങൾ പ്രാപിച്ചാൽ ഇനിയും വിശക്കില്ല, ദാഹിക്കില്ല. यीशु मसीह तब कहता है कि मैं जो जीवन की रोटी हूं, मुझे खा ले तो आप न भूखे रहेंगे न प्यासे रहेंगे। സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ഒന്നും വേണമെന്ന് തോന്നില്ല. और फिर हमें किसी वस्तु की आवश्यकता हमको लगेगी नहीं। നമുക്ക് ആർത്തി കാണില്ല, हमको ज्यादा लालच नहीं होगा, നമുക്കൊന്നിനോടും കൊതി ഉണ്ടാവില്ല. किसी के विषय में हमको लालसा नहीं होगी। മനസ്സിലാവുന്നുണ്ടോ? ആഹാരം കഴിക്കും, പക്ഷേ അത് ജീവിക്കാൻ വേണ്ടിയേ കഴിക്കൂ, കഴിക്കാൻ വേണ്ടി ജീവിക്കത്തില്ല. हम जो है जीवन के लिए खाना खाएंगे, खाने के लिए हम जिएंगे नहीं। फिर വസ്ത്രം വാങ്ങുന്നതും അതുപോലെ, और हमारा पहनावा भी उसी के प्रकार होगा। പണം ചിലവഴിക്കുന്നതും അതുപോലെ, हम पैसा भी खर्च वैसा ही उस प्रकार से ही करेंगे। വിനോദങ്ങളിൽ, എന്റർടൈൻമെന്റ്സിൽ ഇടപെടുന്നതും അതുപോലെ, और हमारे एंटरटेनमेंट में समय बिताते हैं वो भी उसी के लिए होगा। ചിലപ്പോൾ ആരോഗ്യത്തിനായി നാം ചിലത് ചെയ്തെന്നിരിക്കും, വെറും മാനസിക ഉല്ലാസത്തിനായി ചെയ്യില്ല. കാരണം യേശുവിൽ നമുക്കതുണ്ട്. और कई बार हमारे मानसिक संतुलन के लिए हम थोड़ा सा हंसी मजाक कर लेते हैं, ये पर हम यीशु मसीह को पाए हैं तो इसमें हमें खुशी और शांति प्रदान है। യേശുവിൽ നാം ആ സംതൃപ്തിയുടെ ജീവിതം ആസ്വദിക്കുന്നവരാണോ? क्या हम यीशु मसीह में वो संतुष्टि की जीवन को अनुभव करते हैं? ആവർത്തിച്ച് ചോദിക്കുന്നു, ക്രിസ്തുവിൽ നമുക്ക് ഈ സംതൃപ്തിയുടെ ജീവിതം ആസ്വദിപ്പാൻ സാധിക്കുന്നുണ്ടോ? क्या हम जीवन यीशु मसीह में जो संतुष्टि की जीवन को अनुभव करते हैं सही मायने में? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? आप लोग समझ रहे हैं? കഴിഞ്ഞ ആഴ്ച ഞാൻ റൂഫസിനോട് പറഞ്ഞു, അവനെ ഒറ്റയ്ക്കൊരിട തിരുത്തിയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി. रूफस को अकेले घर में रखकर हम कहीं चले गए थे। घर पर भी नहीं था, हॉस्पिटल के वरांदा में बिठा के हम किसी से मिलने गए थे. തിരിച്ചു വന്നപ്പം ഞാൻ എങ്ങനെയുണ്ടായിരുന്നു? तो मैंने वापस आने पर उसे हॉस्पिटल के बाहर में देख के पूछा कैसा था? മൊബൈലൊക്കെ കയ്യിലുണ്ടായിരുന്നു. उसके हाथ में मोबाइल भी था। എന്നിട്ടും പറഞ്ഞു ബോർ हो गया. तो वो मुझे देखकर कहता है कि मैं बोर हो गया काफी। 15-20 മിനിറ്റ് ഞങ്ങൾ എടുത്തുള്ളൂ. लगभग 15-20 मिनट उसे छोड़कर गए थे। ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് വിഷമം തോന്നി. ഞാൻ പറഞ്ഞു, ഐ എം സോറി മോനെ, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരുത്തനല്ലേ, ഒരു 15 മിനിറ്റ് അല്ലേ പോട്ടെ, അരമണിക്കൂർ ഒറ്റയ്ക്ക് ഇരുന്നപ്പം ബോറായെങ്കിൽ then what is your spirituality? तो मैंने कहा कि तूने उद्धार पाया हुआ यीशु मसीह में संतान है, तो फिर 15 मिनट के लिए भी तू यीशु मसीह में संतुष्ट नहीं हो पाया, क्यों बोर हो गया? तेरी आत्मिकता कहां पर है? मैं पूछा उसे। മനസ്സിലാവുന്നുണ്ടോ? आप लोग समझ रहे होंगे? സ്തോത്രം.
നാം മുമ്പ് ഞാൻ പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നു, പത്മോസിൽ ഒറ്റയ്ക്കായാലും ഒരു ഭക്തന് ബോറുണ്ടാവത്തില്ല. पतमोस के टापू में अकेले छोड़ दिया जाए एक व्यक्ति को, वहां पर भी कोई भक्त को कभी बोरियत नहीं होगा. എഫേസോസും പത്മോസും അവൻ ഒരുപോലെ. एफेसोस और पतमोस दोनों एक समान है उसके लिए. ഒരു യഥാർത്ഥ ഭക്തന്, ജീവന്റെ അപ്പമായ യേശുവിനെ പ്രാപിച്ച ഒരു ഭക്തന്, സ്തോത്രം, സെഹിയോൻ മാളികയും അതുപോലെ തന്നെ ജയിലിന്റെ ഉള്ളറയും ഒരുപോലെ. कलीसिया के बीच में आनंदमय वातावरण में और उसको कारावास के अंदर में डाल दिया जाए, दोनों का अनुभव उसको समान देगा, क्योंकि परमेश्वर उसके लिए जीवन का रोटी है. മനസ്സിലാവുന്നുണ്ടോ? എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? आप लोग हमारे संग हैं. സ്തോത്രം. मरकुस की ऊपरी कोठरी भी और जेल की काल कोठरी भी दोनों एक ही समान होगा. Praise God. അങ്ങനത്തെ ഒരു തൃപ്തി എനിക്ക് നിങ്ങൾക്കുണ്ടോ? उस प्रकार की एक संतुष्टि आपके जीवन में उपलब्ध है? അതോ ഇപ്പോഴും നമുക്ക് പലതിനോടും ഇല്ല, വേണം എന്ന ആർത്തിയാണോ ഉള്ളത്? या आपके जीवन में आप बेचैन हैं कई वस्तुओं को, अवसरों को पाने के लिए? ജീവന്റെ അപ്പമായ യേശുവിനെ നാം പ്രാപിച്ചാൽ നമുക്ക് സംതൃപ്തിയുണ്ട്. अगर जीवन की रोटी यीशु मसीह को आप पा लेने से आपको जीवन में संतुष्टि है. ജൽദി വെളുപ്പം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2, we get eternal life. आपको अनंत काल का जीवन उपलब्ध है. 6:40, 47, 51, 54, 58 തുടങ്ങിയ വാക്യങ്ങളിലൊക്കെ ഉണ്ട്. इन सब वचनों के अंदर लिखा गया है कि यीशु मसीह अनंत काल का जीवन प्रदान करता है. ജീവന്റെ അപ്പമായ യേശുവിനെ നമുക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കുന്നു? हम जीवन के रोटी को पाने से हम क्या पाते हैं? നിത്യജീവൻ. अनंत काल के जीवन को पाते हैं. നിത്യജീവന്റെ അർത്ഥം എന്താണ്? अनंत काल का जीवन का मतलब क्या होता है? നിത്യജീവൻ क्या सोचे ब्रदर? बिना कुछ सुनाई दिए जोर से बोलिए ना. സ്തോത്രം. അതിലും അപ്പുറമാണ് നിത്യജീവൻ. उसके भी परे है यीशु मसीह अनंत जीवन. യേശുവിനോടൊപ്പമാണ്, പക്ഷേ അതിലും അപ്പുറം യേശുവിന്റെ അതേ ജീവനിലുള്ള പങ്കാളിത്തമാണ്, പാർട്ട്ണർഷിപ്പ് ഇൻ ദ വെരി ലൈഫ് ഓഫ് ഗോഡ്. यीशु मसीह के संग जीवन है, मगर यीशु मसीह के अंदर जो जीवन है वो जीवन के साथ आप भी जुड़े हुए वैसा एक जीवन. അതെ, ദൈവത്തിന്റെ ജീവനിലുള്ള പങ്കാളിത്തമാണത്. यीशु मसीह के जीवन के भागीदार आप बन जाते हैं. 3, നമുക്കുള്ള പ്രയോജനം, a life of communion with God. ദൈവവുമായുള്ള കൂട്ടായ്മ നമുക്ക് ലഭിക്കുന്നു. परमेश्वर के साथ की संगति हमें मिल जाती है जीवन की रोटी से. സ്തോത്രം. 4, we get acceptance into the family of God. ദൈവ കുടുംബത്തിലേക്ക്, അപ്പന്റെ വീട്ടിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നു. हमें पिता परमेश्वर के घराने में हमें प्रवेश उपलब्ध हो जाता है. 6:37 ആണത്. 6 का 35वां वचन है यूहन्ना का. സ്തോത്രം. അടുത്തത് 6:40, 54 വാക്യങ്ങളിൽ നാം കാണുന്നു, ജീവന്റെ അപ്പമായ യേശുവിലൂടെ നമുക്ക് അന്ത്യനാളിൽ ഉയർപ്പ് ലഭിക്കുന്നു, പുനരുത്ഥാനം ലഭിക്കുന്നു. और उस जीवन की रोटी से हमें क्या उपलब्ध है? हमको मृत्यु से हम पुनरुत्थान प्राप्त होगा आपको. കേവലം ഈ ലോകത്തിൽ ഒരു സന്തുഷ്ടമായ ജീവിതം നയിക്കുക മാത്രമല്ല, सिर्फ इस दुनिया में एक संतुष्ट जीवन ही उपलब्ध नहीं होगा आपको. പകരം മരിച്ചാലും കർത്താവ് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് തന്നോട് കൂടെ ഇരുത്തും. हम मर जाएंगे तो भी फिर वापस एक और बार यीशु मसीह हमें जिला देगा. ഒരു ശാരീരികമായ പുനരുത്ഥാനം. एक शारीरिक ശാരീരിക പുനരുത്ഥാനം.
शारीरिक पुनरुत्थान प्राप्त करेंगे हम। യേശു ഉയർത്തതുപോലെയുള്ള ഒരു ഉയർപ്പ് जैसे यीशु मसीह मृत्यु में से जी उठा, उस प्रकार से हम भी मरों में से जी उठेंगे। യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ പുനരുത്ഥാനം, यीशु के द्वारा हमें प्राप्त पुनरुत्थान के संबंध में है। അതാണ് നമ്മുടെ പ്രത്യാശ. वही हमारी आशा है। ഇന്നത്തെ ദിവസം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. आज का दिन भी हमें यही संकेत करता है। സ്തോത്രം. യേശു മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടതുപോലെ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ശേഷിക്കുന്നു. यीशु जैसे मरे हुए में से जी उठा जिलाया गया, वैसे हमें भी मृत्यु में से एक दिन जिलाया जाएगा। അങ്ങനെ ഈ 5 പ്രയോജനങ്ങൾ ജീവന്റെ അപ്പമായ യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്നു. वैसे ये 5 फायदे जो यीशु मसीह जो जीवन का रोटी है, ये पाने से आपको हो सकता है। അവസാനമായി ഈ അപ്പത്തെ നമ്മൾ നിഷേധിച്ചാൽ എന്താണ് ദോഷം? ये रोटी जो जीवन की रोटी है, इसे हमारे जीवन से दूर कर दे तो हम क्या क्या बात को खोएंगे। സ്തോത്രം. ഒന്ന്, ഇറ്റേണൽ ഡൂം ഈസ് വെയിറ്റിംഗ് ഫോർ us. അങ്ങനെ യേശുവിനെ ഉപേക്ഷിക്കുന്നവർക്ക് നിത്യനാശം എന്ന ശിക്ഷാവിധി കാത്തിരിക്കുന്നു. अनंत काल का नाश या मृत्यु को आप पाएंगे। 2, ഇറ്റേണൽ സെപ്പറേഷൻ ഫ്രം ദ വെരി സോഴ്സ് ഓഫ് ലൈഫ്. ജീവന്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് നിത്യമായുള്ള അകൽച്ച. जीवन की स्रोत में से हमेशा के लिए आप काट दिए जाएंगे। 3, അൺസാറ്റിസ്ഫൈഡ് ലൈഫ് ഹിയർ ഓൺ എർത്ത്. ഈ ഭൂമിയിൽ തന്നെ അസന്തുഷ്ടമായ ജീവിതമാണ് നയിക്കുവാൻ സാധിക്കും. और तीसरा है कि हम असंतुष्टि की एक जीवन को इस धरती पर जिएंगे। എന്തൊക്കെ കിട്ടിയാലും തൃപ്തി കാണില്ല. कोई भी चीज उपलब्ध होने पर भी हम संतुष्ट नहीं हो सकते हैं। സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റില്ല. शांति के साथ आप जीवन नहीं बिता पाते। സമാധാനം ഉണ്ടാവില്ല. शांति आपके जीवन में नहीं होगी। സന്തോഷിപ്പാൻ നമുക്ക് കഴിയില്ല. आप कभी आनंदित नहीं हो पाते हैं। എന്നാൽ ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ നേടിയാലോ ഒന്നുമില്ലെങ്കിലും അവൻ സന്തോഷത്തോടെ കഴിയും. मगर जीवन की रोटी जो यीशु मसीह है, उसको पाने से कुछ भी नहीं है जीवन में, मगर फिर भी एक संतुष्टि जीवन में रहती है। എല്ലാം പ്രതികൂലമായാലും അവൻ സന്തോഷത്തോടെ കഴിയും. प्रतिकूल अवस्था के बीच में भी वो व्यक्ति आनंदित रहता है। രോഗത്താൽ പീഡിപ്പിക്കപ്പെടുമ്പോഴും അവന് യേശു മാത്രം മതി എന്ന് പറയും. बीमारियों के बीच में भी वो कहेगा मुझे यीशु ही काफी है कर। ഞങ്ങളെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ജീവന്റെ അപ്പമായ യേശുവിൽ നിന്ന് അകന്നു കഴിയുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ദൈവസ്നേഹത്തിൽ പ്രബോധിപ്പിക്കുന്നു, വരിക, യേശുവിനെ സ്വന്തമാക്കുക. उस जीवन की रोटी को जो भी अब तक नहीं चखा है, आप लोग को निमंत्रण देना चाहूं, आइए उस जीवन की रोटी को खाकर यीशु में से जीवन पाइए। യേശുവിലൂടെ നിത്യജീവനും സംതൃപ്തിയും നേടുക. आप जीवन में संतुष्टि और अनंत काल के जीवन को उस रोटी से पा सकते हैं। യേശുവിൻ്റെതുപോലെയുള്ള ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ആർത്തിയോടെ ആശയോടെ കാത്തിരിക്കുക. और यीशु मसीह के पुनरुत्थान पाया, वैसे ही हम भी पुनरुत्थान पाएंगे, ऐसी आशा के साथ आप जीवन बिता पाएंगे। അങ്ങനെ തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും വേഗത്തിൽ പ്രത്യക്ഷനാകും. और वैसे आशा के साथ जो भी इंतजार से बाट जोते हैं, उनके लिए यीशु दोबारा आने वाला है। ആ വരവനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. उस आगमन के बाट जोते रहे। प्रभु इन वचनों से आपको आशीष